ഹലോ, നമസ്കാരം. നമ്മൾ ഈ ഒരു ആറന്മുള കണ്ണാടിയെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുക. ഇതൊരു സാധാരണ കണ്ണാടിയല്ല. ഇതിൻ്റെ പേര് ആറന്മുള കണ്ണാടി എന്നാണ്. ഇത് മിക്ക വീടുകളിലും ഉണ്ടാവും. പിന്നെ ഇപ്പോൾ നമ്മൾക്ക് റിട്ടയർമെൻറ്റ് ഫങ്ഷനും അല്ലാതുള്ള ഫങ്ഷനൊക്കെ ആൾക്കാർ ഇങ്ങനെ ഇത് സമ്മാനമായിട്ട് കൊടുക്കുന്ന ഒരു കണ്ണാടിയും കൂടിയാണ് ഇത്. ഈ കണ്ണാടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ തിരുവാറന്മുള അപ്പൻ്റെ അനുഗ്രഹത്തോടു കൂടിയിട്ട് പത്തനംതിട്ടയിലെ ഒരു ആറന്മുള എന്ന് പറയുന്ന ഒരു സ്ഥലത്തുള്ള ഒരു ഫാമിലിയാണ് ഈ കണ്ണാടി നിർമ്മിക്കുന്നത്. ഇത് പ്രത്യേക ലോഹക്കൂട്ടുകൾ കൊണ്ട് ഉണ്ടാക്കിയതാണ്. ആറന്മുളയുടെ ഒരു ഫാമിലിയാണ് ഈ ഒരു കണ്ണാടി നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ റിഫ്ലക്ഷനൊക്കെ ഒറിജിനലായിട്ടാണ് നമ്മൾ കാണുന്നത്. കൈകൊണ്ട് തന്നെ ചെയ്യുന്നതാണിത്. കൈകൊണ്ട് തന്നെ ഉണ്ടാക്കുന്നതാണ്. അത് ലോഹക്കൂട്ടുകൾ വെച്ച് അരച്ച് റെഡിയാക്കി ഒക്കെ ഒരുപാട് നാളത്തെ ഇവരുടെ പരിശ്രമത്തിലാണ് ഇവർ നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു കണ്ണാടി ഉണ്ടാക്കുന്നത്. അപ്പോൾ അഷ്ടമംഗല്യത്തിലൊക്കെ ഒന്നായ ഈ ആറന്മുള കണ്ണാടി നമ്മുടെ വീട്ടിൽ സൂക്ഷിക്കുന്നത് ഭയങ്കര ഐശ്വര്യമൊക്കെ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഇത് നമുക്ക് വീട്ടിൽ ഇരിപ്പുണ്ട്. നമ്മളിത് വിഷു വിഷുവിനൊക്കെ നമ്മളിത് ഈ കണ്ണാടിയാണ് ഉപയോഗിക്കാറുള്ളത്. രസം ഉപയോഗിച്ചുണ്ടാക്കുന്ന കണ്ണാടിയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള സ്ഫടികത്തിന് പകരം പ്രത്യേക ലോഹക്കൂട്ടുകൾ വെച്ചിട്ട് ആണ് ഈ കണ്ണാടി ഉണ്ടാക്കിയിരിക്കുന്നത്. ഗ്ലാസിൻ്റെ പ്രതലത്തിൽ തന്നെയാണ് നമ്മളിത് മുഖം കാണുന്നത്. ഒരു 2000 രൂപ മുതൽ മേലോട്ട് ഇതിൻ്റെ വിലയുണ്ടാവും. ഇത് പല കാര്യത്തിലും നമുക്ക് പല നല്ല നല്ല കാര്യങ്ങൾക്കൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മളിത് ഷോക്കേസിൽ സൂക്ഷിച്ച് വെക്കുകയോ പൂജാമുറിയിൽ വെക്കുകയോ ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പം അടിപൊളിയായിട്ടുള്ള ഈ കണ്ണാടി നമുക്കെല്ലാവർക്കും വീട്ടിൽ സൂക്ഷിക്കാവുന്നതാണ്. നമുക്കവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പല വിലയിലുള്ള കണ്ണാടി കിട്ടും. ഇത് വേറൊരു ടൈപ്പ് കണ്ണാടി ഉണ്ട്, ഇതിൻ്റെ സ്റ്റാൻഡ് വെച്ചിട്ടുള്ള. അപ്പോൾ നമുക്ക് എവിടെയും വെക്കാം. ഇത് നമുക്കിങ്ങനെ ഇങ്ങനെ ചാരി വെക്കാനേ പറ്റും. ഇത് നല്ല വെയിറ്റാണ്. ഈ കണ്ണാടി ആ ലോഹക്കൂട്ടുകളുടെ ചുറ്റുമുള്ള ചെയ്തേക്കുന്നതിൻ്റെയൊക്കെ കൂടെ ആയിരിക്കും. ഭയങ്കര വെയിറ്റാണത്. അങ്ങനത്തെ ഇതാണ്. നല്ല ഒറിജിനലായിട്ടുള്ള നമ്മുടെ മുഖമാണ് ഇതിൽ കാണിക്കുന്നത്. മറ്റ് കണ്ണാടികളിൽ നിന്ന് അപേക്ഷിച്ച് ഉള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള കണ്ണാടി ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ എല്ലാവരും ഇത് അറിയാവുന്നവർക്ക് ഇതിൻ്റെ രീതികളൊക്കെ അറിയാമല്ലോ എല്ലാവർക്കും. അപ്പോൾ വീട്ടിലൊക്കെ സൂക്ഷിക്കാനത് കൊള്ളാം കേട്ടോ. എല്ലാവരും അത് കാണണേ.